അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ഈ ഡിബേറ്റിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി വമ്പന്മാരിലേക്കോ എന്നതാണ് നമ്മൾ ഉയർത്തുന്ന ഒരു ചോദ്യം. നോക്കൂ, ഇത് ഈ പ്രശാന്തൻ ഒറ്റയ്ക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് ആരും വിശ്വസിക്കുന്നില്ല. അതിപ്പോൾ വാസുവിൻ്റെ കാര്യത്തിലായാലും പത്മകുമാറിൻ്റെ കാര്യത്തിലായാലും ഈ സ്വർണ്ണക്കൊള്ള അത്രയും നടത്തിയത് ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഇടപെടലിലാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ്. മാത്രവുമല്ല, ഈ സ്വർണം എവിടെയെല്ലാം പോയി എന്നതടക്കമുള്ള പരിശോധനകൾ വേണ്ടതുണ്ട്. ചില ദേശീയ നേതാക്കളുടെയൊക്കെ വസതിയിൽ ഈ സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികൾ അവരോട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ ചിത്രങ്ങളൊക്കെ ആ സമയത്തൊക്കെ പുറത്തു വന്നതാണ്. ഈ പുരാവസ്തു കാര്യങ്ങളിൽ താല്പര്യമുള്ള ചില ആളുകളൊക്കെ ഇതിൽ ഇൻവോൾവ്ഡ് ആയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നതാണ്. അപ്പോൾ ഈ SIT അന്വേഷണം കൊണ്ട് മാത്രം ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പൂർണ്ണമായ ഒരു നിഗമനത്തിലേക്ക്, അന്വേഷണത്തിലേക്ക് എത്താൻ സാധിക്കുമോ? കാരണം വിപുലമായ അന്വേഷണം വേണ്ടിവരുന്ന ഒന്ന്. ഇതിപ്പോൾ കുറ്റപത്രം കൊടുത്ത്, വളരെ പെട്ടെന്ന് കുറ്റപത്രം കൊടുത്ത് ഈ കേസ് പെട്ടെന്ന് തീർക്കാനുള്ള ഒരു ഉദ്ദേശമാണ് SITക്ക് എന്നാണ് മനസ്സിലാകുന്നത്. അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം ഉണ്ടോ എന്ന തർക്കം കൂടി നിലനിൽക്കുകയാണ്. നമ്മുടെ കോവിഡ് കാലഘട്ടത്തിലൊക്കെ ഈ റൂട്ട് മാപ്പ് തയ്യാറാക്കുമായിരുന്നു. ആർക്കെങ്കിലും കോവിഡ് ഉണ്ടെങ്കിൽ അയാളുമായിട്ട് സമ്പർക്കത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, എവിടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു റൂട്ട് മാപ്പ് തയ്യാറാക്കുമായിരുന്നു. ഈ കേസിനകത്തും അപ്രകാരം ഒരു റൂട്ട് മാപ്പ് തയ്യാറാക്കുകയാണെങ്കിൽ SITയെ സംബന്ധിച്ചിടത്തോളം ആ റൂട്ട് മാപ്പ് വാളയാറിൽ ചെന്ന് അവസാനിക്കും. അതിനപ്പുറത്തേക്ക് ആ റൂട്ട് മാപ്പ് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് ഈ കേസിന്റെ തുടക്കം തൊട്ട് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഞാൻ എന്റെ സംഘടനയ്ക്ക് വേണ്ടി കൊടുത്ത OP ഉണ്ട്, അതേപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർജി കൊടുത്ത OP ഉണ്ട്, തന്ത്രി സമാജം കൊടുത്ത OP ഉണ്ട്. എല്ലാവരുടെയും ആവശ്യം വളരെ വ്യക്തമാണ്. ഈ കേസിന്റെ അന്തർ സംസ്ഥാന ബന്ധങ്ങൾ, ചിലപ്പോൾ അന്താരാഷ്ട്ര ബന്ധങ്ങൾ അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ SIT പോലുള്ള ഒരു ഏജൻസിക്ക് സാധിക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ കേരളത്തിലെ സംസ്ഥാന സർക്കാർ ഉസ്ബെക്കിസ്ഥാനിലെ ഹരിപ്പാടുകാരിയായ ഒരു പെൺകുട്ടി മരിച്ചല്ലോ. ആ പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് കേരള പോലീസ് ചുമതലപ്പെടുത്തിയ കേരളത്തിലെ ക്രൈംബ്രാഞ്ചിനെയാണ്. ഓർത്തു നോക്കുക, ഉസ്ബെക്കിസ്ഥാനിൽ ചെന്ന് അന്വേഷിക്കാൻ കേരളത്തിലെ ക്രൈംബ്രാഞ്ച് പോകുന്ന അതേ ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പൊ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കേരളത്തിന്റെ വെളിയിലേക്ക് പോകാൻ സാധിക്കില്ല. ഇതിന്റെ റൂട്ട് മാപ്പ് പല കേന്ദ്രങ്ങളിലേക്കും എത്തിച്ചേരും. ഈ പത്മകുമാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ നിരന്തരമായി ഈജിപ്റ്റ് എന്ന് പറയുന്ന ഒരു രാജ്യത്തേക്ക് 1 2 തവണ പോയിട്ടുണ്ട്. എന്താണ്, അവിടുത്തെ മമ്മി കാണാൻ പോയതാണോ? ഒന്നും അല്ലല്ലോ. അതിന്റെയൊക്കെ പിറകിലുള്ള ചില പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളുണ്ട്, ചില ആസൂത്രണങ്ങളുണ്ട്. അതുകൊണ്ട് ഇതിന്റെ അന്വേഷണം CBI പോലുള്ള ഒരു ഏജൻസിക്ക് മാത്രം കൈകാര്യം ചെയ്യാൻ സാധിക്കുമ്പോൾ അത് കൂടുതൽ വ്യക്തതയോടുകൂടി, വളരെ ക്ലാരിറ്റിയോടുകൂടി, വളരെ വ്യക്തമായ രീതിയിൽ മറ്റു ചിലരിലേക്ക് കൂടെ അന്വേഷണം ചെല്ലും. ഇതിപ്പോ പ്രശാന്തിലേക്കോ കൂടി വന്നാൽ കടകംപള്ളി സുരേന്ദ്രനിലേക്കോ ഒക്കെ ചെന്ന് ചിലപ്പോൾ അവസാനിച്ചെന്നിരിക്കാം. പക്ഷെ അതല്ല, ഇതിന്റെ റിക്കവറി പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. ഈ ക്രിമിനൽ കേസ് നടത്തുന്ന എല്ലാ അഭിഭാഷകർക്കും, ക്രിമിനൽ രംഗത്തിനെ പറ്റി അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്, ക്രിമിനൽ കേസ് തെളിയണമെന്നുണ്ടെങ്കിൽ റിക്കവറി പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ കേസിനകത്ത് കൃത്യമായ റിക്കവറി ഉണ്ടാകുന്നില്ല എന്നുള്ളിടത്താണ് ഈ കേസിന്റെ വീഴ്ച ഉണ്ടാകുന്നത്. ഇന്നേ തീയതി വരെ എത്ര ദിവസം, ഏകദേശം 90 ദിവസത്തോളം കൊടും കുറ്റവാളിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും മരണമടഞ്ഞ മുരാരി ബാബുവും ഒക്കെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു. അവരെ തിരിച്ചും മറിച്ചും ചോദ്യം ചെയ്തിട്ട് പോലും ഇത് എവിടെയാണ് ഇരിക്കുന്നത് എന്നും, ആരിലേക്ക് എത്തി, ഹൈദരാബാദിലേക്ക് എത്തിയോ, സിനിമാ നടന്മാരുടെ വീട്ടിലുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെ പറ്റി അന്വേഷണം നടത്തി കൃത്യമായ റിക്കവറി നടത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളിടത്ത് ഈ കേസ് പരാജയപ്പെടും. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഇപ്പോൾ കുറെ ദിവസങ്ങൾ കൂടി ഈ കേസുകളെ പറ്റി നമ്മളൊക്കെ ചർച്ച ചെയ്യും, പുതിയ വിഷയങ്ങൾ വരും, ഇത് അതോടുകൂടി അവസാനിക്കും. ഇനി എന്നെങ്കിലും ഏതെങ്കിലും കാലത്ത് ചിലപ്പോൾ വിജിലൻസ് കോടതിയിൽ വിചാരണ നടക്കും. അതിനു മുമ്പ് ഇതിനകത്ത് ചില വ്യക്തികളൊക്കെ പ്രായമനുസരിച്ചും രോഗമനുസരിച്ചും ഒക്കെ ചിലപ്പോൾ ഈ ലോകത്തുണ്ടാകണമെന്നുമില്ല. ആ ഒരു സാഹചര്യം വരുമ്പോൾ ഇതിന്റെ സ്വാഭാവികമായ അന്ത്യത്തിലേക്ക് ഈ കേസ് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നീലിമ പറഞ്ഞതനുസരിച്ച് ഇതിന്റെ അന്വേഷണം, ഇതിന്റെ റൂട്ട് മാപ്പ് AKG സെന്ററിന്റെ വെളിയിൽ കൂടെ ഡൽഹിയിലേക്ക് പോയി ഇറ്റലി വഴിയൊക്കെ ഒന്ന് പോവുകയാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായ പ്രതികളിലേക്ക് ഈ അന്വേഷണം എത്തിച്ചേരും. നീലിമ സൂചിപ്പിച്ച പോലെ അന്താരാഷ്ട്ര ഈ ആന്റിക് സാധനങ്ങളുടെ കച്ചവട ലോബിയുമായിട്ട് ഇതിന് ബന്ധപ്പെട്ട ഏതെങ്കിലും കാരണങ്ങൾ ഉണ്ടോ, ഇതിന് ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കണമെന്നുള്ളത് തന്നെയാണ് സാധാരണ ജനങ്ങൾ ആലോചിക്കുന്ന വിഷയം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ പറ്റി നമ്മുടെ ദേവസ്വം മന്ത്രി പോലും പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ കാര്യത്തിലൊക്കെ ഈ ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ചില താമസങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമായും എല്ലാവർക്കും ആശങ്ക ഉളവാക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ മുദ്ര വെച്ച കവറിൽ കൊടുക്കുന്ന റിപ്പോർട്ടിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ഉണ്ടാകും.
അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ദേവസ്വം ബെഞ്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുന്നത്. ആ വിശ്വാസം നല്ലത് തന്നെയാണ്. പക്ഷേ പൊതുസമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് കൃത്യമായ കരങ്ങളിൽ കൂടി അന്വേഷിക്കുകയാണെങ്കിൽ കൃത്യമായ കരങ്ങളിൽ വിലങ്ങ് വെക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് CBI പോലുള്ള ഏജൻസികൾ അന്വേഷിക്കണം. അതേപോലെ തന്നെ ED പോലുള്ള ഏജൻസികൾ ഇതിനകത്ത് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഏർപ്പാടുകൾ ഉണ്ടോ, ഇവരുടെ ഡിസ്പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഇൻകം ഉണ്ടോ? ശ്രീ ജയചന്ദ്രൻ സാർ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. അദ്ദേഹം ഏതാണ്ട് പ്രാക്ടീസ് ചെയ്യുന്ന, എന്റെ അറിവനുസരിച്ച് അദ്ദേഹം ഒരു പ്രാക്ടീസും ചെയ്യുന്ന ഒരു വക്കീലൊന്നും അല്ല. അങ്ങനെയാണെങ്കിൽ വേറൊരു കാര്യമുണ്ട്. അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യമുണ്ടല്ലോ, ബഹുമാനപ്പെട്ട ഹൈക്കോടതി നേരത്തെ പുറപ്പെടുവിച്ചൊരു ഉത്തരവ്, ഇഗ്നറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് അറിയത്തില്ലായിരുന്നു എന്ന് പറയുന്ന മണ്ടനായിട്ടുള്ളൊരു അഭിഭാഷകനാണ് പ്രശാന്ത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം ഇത് അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മണ്ടത്തരത്തിന്റെ പ്രധാന തെളിവ് തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇൻകത്തിനെ പറ്റി, അദ്ദേഹത്തിന്റെ അനുചരന്മാരുടെ ഇൻകത്തിനെ പറ്റി ഒക്കെ തന്നെ അന്വേഷണം നടത്തണം. ഇത് സാമ്പത്തിക രംഗത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ട്. ഇവരുടെയൊക്കെ സാമ്പത്തിക വളർച്ചയെ പറ്റി ഈ ഏജൻസികൾ കൂടി അന്വേഷിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം.